ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഇടുക്കി സീരീസ് പാർട്ട് 2 ആണ് ഗൈസ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇടുക്കി സീരീസിൻ്റെ പാർട്ട് 1 ഇട്ടുണ്ടായി. അപ്പോൾ പാർട്ട് 1 നമ്മൾ കാൽവരി മൗണ്ട് വരെയായിരുന്നു പോയത്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ഡ്യൂറേഷൻ കൂടുതൽ ഉള്ള കാരണം നമ്മൾ അവിടെ വെച്ച് കട്ട് ചെയ്തേക്കണമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അഞ്ചുരുളി ടണലിലേക്ക് പോകുന്ന വീഡിയോയാണ്. അപ്പോൾ ഈ സെക്കൻഡ് പാർട്ട് അപ്ലോഡ് ചെയ്യുന്നത് എന്തായാലും കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഗൈസ്. അപ്പോൾ ഏതാണ്ട് 2-3 ആഴ്ചക്ക് ശേഷമാണ് സെക്കൻഡ് പാർട്ട് അപ്ലോഡ് ചെയ്യണം. കാരണം എൻ്റെ സ്കൂളിൽ എനിക്ക് കുറച്ച് എക്സാംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ എക്സാമൊക്കെ കഴിഞ്ഞ് എനിക്ക് എക്സാമിൻ്റെ ഇടയിൽ എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇച്ചിരി ലേറ്റ് ആയിട്ട് വരണം. അപ്പോൾ ഈ കാണുന്ന അഞ്ചുരുളിയിലേക്ക് പോകുന്ന വഴിയാണ് ഗൈസ്. വഴി അത്രയ്ക്ക് നല്ല വഴിയൊന്നുമല്ല, മോശമാണ്. ഇടയ്ക്കൊക്കെ ചെറിയ കട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അഞ്ചുരുളി എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അഞ്ചുരുളി എന്ന് പറഞ്ഞത് ഒരു അടിപൊളി ടണലാണ് ഗൈസ്. ഏതാണ്ട് 5.5 കിലോമീറ്റർ നീളവും 24 അടി വീതിയും. അപ്പോൾ ഗൈസ് അവിടെ ടണൽ വന്നത് തീരെ ടണൽ എൻ്റെ മൂന്ന് പൊളി സ്വിച്ചിട്ടാ അവിടെ കൂട്ടിയിട്ടേക്കാണ്. പക്ഷേ ഇതാണ് ടണൽ. ഇത് ഇടുക്കി ഡാമിലെ റിസർവോയർ ആണ് ഗൈസ്. അപ്പോൾ ഈ വെള്ളം വന്നത് വേറെ എവിടെന്നാ വന്നതെന്ന് അറിയൂടാ. അപ്പോൾ ഈ ഇടുക്കി ഡാമിന്റെ റിസർവോയറിൽ നിന്ന് വെള്ളമാണ് ഇതിലേക്ക് കൊണ്ടുവന്ന് അറിയുന്നത്. അപ്പോൾ ഇതാണ് ടണൽ. ഇപ്പോൾ നല്ല വെള്ളമുണ്ട്. ചില സമയത്തൊന്നും ഇതിന് വെള്ളം ഉണ്ടാവാറില്ല. അപ്പോൾ ആൾക്കാരൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാറൊക്കെ ഉണ്ട് ടണലിൻ്റെ ഉള്ളിലേക്ക്. ഇത് ശരിക്കും വെള്ളമുണ്ട്, കണ്ട. ഫുള്ള് ഒരു അടിപൊളിയായിട്ടുള്ള ക്ലൈമറ്റ് ഇതായിട്ടുള്ള സംഭവമാണ്. എല്ലാവരും ഇത് കൂട്ടിയിട്ടാണ്. പക്ഷെ എല്ലാവരും ഈ വഴി ആണ് ഇറങ്ങുന്നത്. കറക്റ്റായിട്ട് കാണിക്കുന്നത് ആ കാണുന്നതാണ് ടണൽ എന്ന് പറയുന്നത്. കണ്ട മലയുടെ എത്രയെങ്ങാനും കിലോമീറ്റർ ദൂരം ഉണ്ടത്. ആ ഫുള്ള് ഇരുട്ടാണ്. അതിനുള്ള നോക്കിയാണെങ്കിൽ ഇവിടെ വെള്ളം ചേർന്നുണ്ട്. ഞാൻ എങ്ങാനും തെന്നിപ്പോയി കഴിഞ്ഞാൽ നേരെ വെള്ളത്തിൽ കിടക്കും. പിന്നെ എനിക്ക് തിരിച്ചു പോലും ഉണ്ടാവൂല. എന്താ അടിപൊളിയാണ്. ഭയങ്കര റിസ്ക്കാണ് ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങലും. ഗൈസ്, ഈ കാണുന്നതാണ് അഞ്ചുരുളി ഡാം. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് ഏതാണ് നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. എങ്ങാനും ഇറങ്ങിക്കഴിഞ്ഞാൽ തെന്നി നേരെ താഴെ വീഴും. താഴെ വീണാൽ പിന്നെ നമുക്ക് ഒന്നും കിട്ടില്ല ഗൈസ്. കാരണം നല്ല ആഴമുണ്ട് ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഭയങ്കര ആഴമുള്ള സ്ഥലമാണ്. ഭയങ്കര ഡേഞ്ചറാണ് ഗൈസ്. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. മാക്സിമം നിങ്ങൾ പോയി വിസിറ്റ് ചെയ്യണമെങ്കിൽ അങ്ങോട്ടൊന്നും ഇറങ്ങാണ്ടിരിക്കുക ഗൈസ്. അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ വേനൽക്കാലത്ത് വന്നു കഴിഞ്ഞാൽ വെള്ളത്തിനൊക്കെ നല്ല കുറവുണ്ടാവും. അപ്പോൾ നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റും. മറ്റേ ടണലിൻ്റെ ഉള്ളിലേക്കൊക്കെ നമുക്ക് ചിലപ്പോൾ കയറാൻ പറ്റും. അധികം ഉള്ളിലേക്ക് പോകാൻ പാടില്ല. എങ്കിലും നമുക്ക് വേണമെങ്കിൽ ഒന്ന് കുറച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ ആ ഭംഗി ഇതൊക്കെ ആസ്വദിക്കാവുന്നതാണ്. 5 കിലോമീറ്റർ നീളവും 24 അടി വീതിയുമാണ് ഈ ടണലിലുള്ളത്. ഇത് ഇരുട്ടയാർന്നൊരു പറഞ്ഞ സ്ഥലം വരെയാണ് ഈ ടണലുള്ളത്. അപ്പോൾ ടണലിൻ്റെ വിശേഷങ്ങളൊക്കെ കുറേ നേരം ഞങ്ങൾ ഇരുന്ന് കണ്ട് അതിന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് തിരിച്ച് മടങ്ങി ഗൈസ്. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു വൈകുന്നേരം സമയമുണ്ട്. അപ്പോൾ വലിയ വെയിലൊന്നും ഉണ്ടായില്ല. അത്യാവശ്യം പ്ലസൻ്റ് ആയിട്ടുള്ളൊരു വെയിൽ മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങളുടെ ഇത് തിരിക്കുകയാണ് ഗൈസ്. യാത്ര തിരിക്കുകയാണ്. തിരിച്ച് നേരെ വീട്ടിലേക്ക് പോയാണ്. അപ്പോൾ രാത്രി എന്തായാലും ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരുമായിട്ട് ഞങ്ങൾ ഒരു മന്തി ഷോപ്പിൽ കയറി, ഒരു ഹോട്ടലിൽ കയറി ഞങ്ങൾ മന്തി കഴിക്കുമായിരുന്നു രാത്രി.